നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കഴിഞ്ഞ തവണ ആ രാധാകൃഷ്ണൻ സാറ് വന്നു നോക്കിട്ട് പറഞ്ഞതാ, എന്താ ഇവിടെ ആരും വൃത്തിയാക്കുന്നില്ലേന്ന്. അറിയാലോ, അങ്ങേരുടെ അമേരിക്കയിലെ മകന് വേണ്ടി കാശായ കാശൊക്കെ ചെലവാക്കി ഉണ്ടാക്കിയ വീടാ ഇത്. ഇതൊക്കെ കണ്ടിട്ട് എന്റെ നേർക്കാവൂ അയാളുടെ ചാട്ടം. നിങ്ങക്കതൊന്നും അറിയണ്ടല്ലോ. ഞാൻ പറഞ്ഞോളാം അദ്ദേഹത്തോട്. കുറച്ചു കഴിഞ്ഞ് കുരുവിക്കുഞ്ഞുങ്ങൾ പറക്കാറാവുമ്പോ അതൊക്കെ പറന്നു പൊക്കോളും. അപ്പൊ ഞാൻ ഇവിടൊക്കെ വൃത്തിയാക്കി തരാം. അതുപോരെ? ചേച്ചി പറയുന്നതിലും കാര്യമുണ്ടമ്മേ. തൽക്കാലം ചേച്ചിക്ക് വേണ്ടിയെങ്കിലും ഇതിവിടെ ഇരിക്കട്ടെ. എന്താന്ന് വെച്ചാ ചെയ്യേ. ദേ, ഇവിടെ മൊത്തം വൃത്തിയാക്കേണ്ട ചുമതല നിനക്കാ. മനസ്സിലായല്ലോ? മനുഷ്യനെ കൊല്ലാനായിട്ട് പക്ഷി സ്നേഹി വന്നേക്കണം. തക്ക സമയത്തിന് ഞാൻ വന്നത് നന്നായി അല്ലേ ഗോപിക? അല്ലെങ്കിൽ വലിയൊരു പക്ഷിശാപം അമ്മയുടെ തലേ വീണേനെ. അഭിലാഷേട്ടനെ കാണാത്തോണ്ട് അച്ഛമ്മക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാതായല്ലോ. അതെ, ഇല്ലാതായി. എന്താ അഭിലാഷിനെ കാണാത്തത്? അച്ഛമ്മ ഇവിടെ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെട്ടതുകൊണ്ടേ അഭിലാഷേട്ട ബൈക്കിൽ പറന്നെത്താനൊന്നും പോണില്ല. നിങ്ങൾക്കൊന്നും അതിന്റെ ഗൗരവം അറിയാഞ്ഞിട്ടാ. ഒന്ന് ആലോചിച്ചു നോക്ക്. അവിടെ അകത്തിരിക്കുന്ന ഹരിമോൻ അവന്റെ മനസ്സ് മാറി കല്യാണമൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ അവന്റെ കൂട്ടുകാരൻ ശിവദാസനോട് എന്തു പറയും? അപ്പൊ വല്യേട്ടന്റെ മനസ്സ് മാറുന്നാണല്ലേ അച്ഛമ്മയുടെ ടെൻഷൻ? അവന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ അക്കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഉണ്ട്. അച്ഛമ്മയുടെ കല്യാണത്തിന് പോലും ആ പാവത്തിനൊന്നും ചെയ്യലേ മുത്തശ്ശി. എന്താ അഭിലാഷ് ഇത്രയും വൈകിയത്? എത്ര നേരമായി കാത്തിരിക്കുന്നു? ഹരിയാണ് വിളിച്ചിരുന്നതെങ്കിൽ നീ ഇപ്പൊ പറഞ്ഞിങ്ങി വരത്തില്ലേ? എന്താ ഇപ്പൊ പ്രശ്നം? ഹരി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? അതിന് മധ്യസ്ഥം പറയാനാണോ എന്നെ വിളിച്ചത്? അതെ, ഹരിയുടെ പ്രശ്നത്തിന് തന്നെയാ നിന്നെ വിളിപ്പിച്ചത്. അത് ശരി. എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യം അങ്കിൾ വിളിക്കുന്നു, അതിന് പിന്നാലെ ഹരി വിളിക്കുന്നു. ഞാൻ പറന്നു വരാൻ ഒരുങ്ങിയപ്പോ മുടിഞ്ഞ ബ്ലോക്ക്. നീ വന്നോ? ഹരി ഇന്ന് നിന്നെ വിളിച്ചിരുന്നോ? അതെന്തിനാണാവോ അവൻ വിളിച്ചത്? ഞാൻ നിന്നെ വിളിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. അയ്യോ, അവന്റെ ഭാഗത്തുനിന്നുള്ള ആക്രമണം ഉണ്ടായോ? നീ ഇങ്ങനെ മണ്ടത്തരം പറയല്ലേ അഭിലാഷേ. ഹരിക്ക് ഞങ്ങളൊരു നല്ല പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. ആ കാര്യം അവന്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നിന്റെ ജോലി. അത് മാത്രമല്ല, അവനെ കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ വേണം. പെണ്ണ് കാണാൻ നാളെ പോണം. അതിനും അവൻ സമ്മതിക്കണം, ഇല്ലെങ്കിൽ സമ്മതിപ്പിക്കണം. ആ പെൺകുട്ടി ഈ വീട്ടിൽ വന്ന് കയറിയാൽ ഇവിടെ ഐശ്വര്യം വന്ന് നിറയും അഭിലാഷേ. അവൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത് ഇവിടെ വിട്ട് പോകാൻ വേണ്ടിയാ. ഇതിപ്പോ തലകുത്തനെ ആയല്ലോ. എന്താ അഭിലാഷ് ഇത്രയും വലിയ ആലോചന? ഒന്നുമില്ല. അപ്പൊ ചെല്ല്, ചെന്ന് അവനെ കൊണ്ട് സമ്മതിപ്പിക്കുക. ഏറ്റന്നേ, അത് ഞാൻ ഏറ്റു. ഒക്കെ ഇപ്പൊ ശരിയാക്കി തരാം. നീ വന്നോ? എടാ, ആ വാതിലും കടച്ചേക്ക്. ഓക്കെ, ഞാൻ ഏറ്റു. എന്താടാ അത്യാവശ്യം വരാൻ പറഞ്ഞ? കല്യാണത്തിനൊരു വഴി തെളിഞ്ഞിട്ടുണ്ട് അഭിലാഷ്. എന്ന് വെച്ചാ അച്ഛമ്മയുടെ ഒരു പെണ്ണിനെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛമ്മ ആരെയോ കണ്ടെത്തി തോന്നുന്നു. അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാ ഞാൻ നിന്നെ വിളിച്ചത്. അതിലെന്താ ഇത്ര ഡിസ്കസ് ചെയ്യാൻ? അതങ്ങ് സമ്മതിച്ചേക്കണം. ഹരി, നിന്റെ അച്ഛമ്മ കണ്ട കുട്ടിക്ക് നിന്റെ കണ്ടീഷൻസ് സമ്മതമാണെന്ന് അന്വേഷിക്കേ. അത് മാത്രം പോരാ, മുത്തശ്ശന്റെ സമ്മതം കൂടി ചോദിക്കണം. ഓ, മുത്തച്ഛന്റെ സമ്മതം. മുത്തശ്ശൻ വേണ്ടാന്ന് പറഞ്ഞാ ഈ ആലോചന ഉപേക്ഷിക്കുവോ? ആ സന്യാസിന് പറഞ്ഞത് നീ മനസ്സിൽ വെച്ചോ. ഇനി വരുന്ന ആലോചന വേണ്ടെന്ന് പറഞ്ഞാ ഈ ജന്മം നിന്റെ കല്യാണം നടക്കില്ല. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? മുത്തശ്ശി കണ്ടുവച്ച പെണ്ണിനെ നീ കാണ്. ഇഷ്ടപ്പെട്ട തനിയെ വിളിച്ച് നിന്റെ കണ്ടീഷൻ പറ. അവൾ യോജിച്ച ഒക്കെ ശുഭം. അപ്പൊ അതാണ് നിന്റെ അഭിപ്രായം അല്ലേ? നല്ല പോലെ ചിന്തിച്ച് പറയുന്ന അഭിപ്രായമാ ചങ്ങാതി. അപ്പോ പെണ്ണാണാ പോവല്ലേ? പോകാമെന്നല്ല, പോണം. അപ്പോ നീ അങ്ങോട്ടെന്ന് അവരോട് പറ, പെണ്ണ് കാണാൻ പോകാൻ റെഡിയാണ്.
ഇപ്പൊ തന്നെ പോയി പറഞ്ഞേക്കാം. ആ വാ. അച്ഛമ്മേ, അച്ഛമ്മ ഏതോ പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ കുട്ടിയെ ചെന്ന് കാണാം. എപ്പോഴാന്ന് വെച്ചാൽ ഏർപ്പാട് ചെയ്തോ. നാളെ തന്നെ പോകാം. ഉം. എന്തിനാ അതിനെ നീട്ടി വെക്കുന്നത്? ശുഭസ്യ ശീഘ്രം എന്നല്ലേ? അതാ ശരി. ആ അഭിലാഷ്. ആ ചേച്ചി, ചേച്ചി അപ്പുറത്തെ ഷീബയായി വാചകം അടിക്കാൻ പോയതാണല്ലേ? അച്ഛൻ എവിടെ ഗോപികെ? അച്ഛനകത്തുണ്ട്. അമ്മയോ? അമ്മ അടുക്കളയിലുണ്ട്. ഓ, ആ അതെ 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 അതെ. ഓ ശരി, ആയിക്കോട്ടെ. ഗോപിയെ, പത്മിനിയെ വിളിക്ക്. ആ അച്ഛാ, അമ്മയുടെ സ്വഭാവം അറിയാലോ. അതുകൊണ്ട് മുഖത്ത് നീ ഗൗരവം ഒന്ന് മാറ്റ്. അമ്മയുടെ കാര്യം പറയുമ്പോ ചിരിച്ചുകൊണ്ട് പറയണം, അല്ലാതെ കടന്നലൂത്തിയ പോലുള്ള മുഖം കൊണ്ടിരിക്കരുത്. ശരി ശരി. എന്തിനാ വിളിപ്പിച്ചേ? പത്മിനി ഇരിക്കേ. എന്താന്ന് വെച്ചാ തെളിച്ചു പറ. അത് കഴിഞ്ഞ് പോയി കിടക്കണം. വെട്ടി പൊളിക്കുന്ന പോലെ തലവേദനയാ. എന്നാലും ഒരു 2 മിനിറ്റ് ഇരിക്കേ. എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട് നിന്നോട്. ഞാനിവിടെ നിന്നെന്ന് വെച്ച് പറയാൻ പറ്റാത്ത വല്ല കാര്യമാണോ? ഇങ്ങനെ തർക്കിക്കാതെ ഇവിടെ ഇരുന്നാൽ എന്താ അമ്മയ്ക്ക്? ശിവേട്ടൻ പറഞ്ഞോ, ഞാനിവിടെ നിന്നോളാം. ആതിരയ്ക്ക് ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റ് പൊട്ടിയപ്പോ ഉണ്ടായ പുതിയൊരു ആശയാവും സ്വത്ത് തിരിച്ചു കിട്ടാൻ. എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നത്? ഇതെന്താ ആകാശത്തുനിന്ന് പൊട്ടി വീണതുപോലെ പെട്ടെന്നൊരു വിവാഹാലോചന? ആ അതങ്ങനെയാ. ചില നല്ല കാര്യങ്ങൾ വരുമ്പോ നേരവും കാലവും ഒന്നും നോക്കിയെന്നിരിക്കില്ല. നീ പറഞ്ഞതുപോലെ ആകാശത്തുനിന്ന് പൊട്ടി അങ്ങ് വീഴും. വിവാഹത്തിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. അതിനു മുമ്പ് ജോലി ചെയ്ത് കുറച്ച് കാശുണ്ടാക്കട്ടെ ഇവള്. അതാ എന്റെ അഭിപ്രായം. അത് ഞാൻ നേരത്തെ പറഞ്ഞതാ. അതിന് എന്റെ അഭിപ്രായത്തിനൊക്കെ ഇവിടെ മോശം വിലയല്ലേ ഉള്ളൂ. പത്മിനി, അതെ, നിന്റെ അഭിപ്രായം ചോദിക്കാനല്ല ഞാൻ വിളിച്ചത്, ഒരു തീരുമാനം പറയാനാ. നാളെ ആതിരയെ പെണ്ണ് കാണാൻ വരുന്നു, അത്ര തന്നെ. ശരി, പറഞ്ഞല്ലോ, ഞാൻ കേട്ടു. ഇനി എനിക്ക് പോവാലോ. നിക്കേ, ഇത് കൂടി കേട്ടിട്ട് പോവാം.